ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിൽ വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പകൽ ദൈവമായ കർത്താവ് നമുക്ക് ദാനമായി നൽകിയല്ലോ. പകലിന്റെ മണിക്കൂറുകളിൽ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം താങ്ങായി തണലായി നമ്മോട് കൂടെയിരുന്ന് നമ്മെ ജയത്തോടെ നടത്തിയ കർത്താവിനെ ഇന്ന് രാത്രി സന്തോഷമുള്ളവർ കരങ്ങളിൽ തട്ടി നന്ദിയോടെ സ്തോത്രം ചെയ്താൽ നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന നല്ല കർത്താവ് ഇന്ന് പകലിലും നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ഇന്ന് രാത്രി നമുക്കൊരുമിച്ച് ദൈവത്തെ ആരാധിക്കാം, ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. താങ്ക് യു ഫാദർ, താങ്ക് യു ജീസസ്. ഓ നന്ദി കർത്താവേ, ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യും, ഞങ്ങളങ്ങേ ആരാധിക്കും. സ്തുതിയോടെ, സ്തോത്രത്തോടെ, ആരാധനയോടെ, പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് കർത്തൃപാദപീഠത്തിലേക്ക് അടുത്ത് ചെല്ലാം. ഹല്ലേലൂയ. ഓ മരിച്ചവരും അവരിലായിരിക്കുന്ന ആരും യഹോവയെ സ്തുതിക്കാതിരിക്കുമ്പോൾ സ്തുതികളിൽ മേൽ വസിക്കുന്ന സർവശക്തനായ ദൈവത്തെ ഇന്ന് രാത്രിയിലും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആമേൻ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ വലിയവനായ ദൈവം ഈ ഭൂമിയിൽ ഒരുക്കിയിരിക്കുന്ന മകൾ ഭാഗ്യത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. Thank you, Jesus. സ്നേഹതീരം ബ്രദർ ഫാമിലി, ബ്ലെസ്സിംഗ് ടുഡേ നൈറ്റ് 47ാമത്തെ രാത്രി ആമേൻ പ്രാർത്ഥനയിൽ വീണ്ടും ഒരുമിച്ച് കൂടുവാൻ ദൈവമായ കർത്താവ് ഒരുക്കിയ മുഖാന്തരങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 28 അധ്യായം കൊണ്ട് തീരുന്നില്ല. ആമേൻ. 28 അധ്യായം നാം ചിന്തിച്ചതിന് ശേഷം തുടർന്നുള്ള രാത്രികളിൽ നാം കൂടി വന്ന് ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ദൈവവചനം ധ്യാനിക്കുകയും ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന 47ാമത്തെ രാത്രിയിൽ 24/8/2026 തിങ്കളാഴ്ച രാത്രി ആമേൻ 2026 236ാമത്തെ ദിവസം. ഹല്ലേലൂയ. കൂടി വരുവാൻ ആയുസ്സും ആരോഗ്യവും ബലവും നൽകിയ കർത്താവിന് ആ കരമുയർത്തി നന്ദിയോടെ സ്തോത്രം ചെയ്താൽ ഇന്ന് രാത്രി നാം ചിന്തിക്കുവാൻ പോകുന്നത് റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം. ആമേൻ. ലോകത്തിനിടയിൽ ക്രിസ്തുവിനായി വേറിട്ട് നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകത്തിനിടയിൽ ക്രിസ്തുവിനായി വേറിട്ട് നിൽക്കുക. രാത്രി സന്തോഷമുള്ളവർ ആ കരമുയർത്തി കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ചാൽ അടുത്തിരിക്കുന്നവർ തമ്മിൽ കരം കൊടുത്തു പറ, ലോകത്തിനിടയിൽ ക്രിസ്തുവിനായി വേറിട്ട് നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഒരു പകലും ഒരു രാത്രിയും കൂടെ ദൈവം നമുക്ക് കാലമായി നൽകി. ഈ പകലിലും കാല് കല്ലിൽ തട്ടാതെ, കാലിനെ വീഴ്ചയിൽ നിന്ന്, കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്,
പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ച കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഇന്ന് രാത്രി സ്തുതിക്കുവാൻ കൃപ ലഭിച്ച ദൈവജനം അതരങ്ങളെ തുറന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. സ്തുതികളിമേ വസിക്കുന്ന സർവശക്തനായ ദൈവം ഇന്ന് രാത്രിയിലും മുഴു സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ഉലാവുകയാണ്. ഹല്ലേലൂയ. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഓ ഷാൽഖബാരഗസി. ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുലനായ യേശു കർത്താവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രി ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുകയും വരും ദിനങ്ങളിൽ ഈ സന്ദേശം ശ്രവിക്കുകയും അനേകർക്ക് അനുഗ്രഹപ്രദമായി തീരത്തക്ക നിലയിൽ ഷെയർ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഒപ്പം ഇന്ന് രാത്രിയിലെ ഈ കൂട്ടായ്മയിലേക്ക് എല്ലാവരെയും ആദരവുമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. ഇന്ന് രാത്രി പ്രാർത്ഥനയോടായിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ആമേൻ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം ആമേൻ നമ്മോട് സംസാരിക്കും, നമ്മെ ശക്തീകരിക്കും, നമ്മെ ബലപ്പെടുത്തും. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം ആമേൻ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഈ ലോകത്തിന് അനുരൂപമാകാതെ. ഹല്ലേലൂയ. വായിച്ചാലും ആമേൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി നാം ചിന്തിക്കുവാനായിട്ട് വായിച്ച ദൈവവചനം ഹല്ലേലൂയ. ഈ ലോകത്തോട് അനുരൂപമാകാതെ ആമേൻ അതേ മനസ്സിന്റെ പുതുക്കത്താൽ രൂപാന്തരപ്പെടുവീൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ള സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന ദൈവമക്കളെ, സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ബ്ലെസ്സിംഗ് ടുഡേ നൈറ്റ് 47-ാമത്തെ രാത്രിയിലേക്ക് ആമേൻ ഒരിക്കൽ കൂടെ ആമേൻ നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് ഒരുക്കിയ മുഖാന്തരങ്ങൾക്കായി ഒരിക്കൽ കൂടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ. ഇന്ന് തിങ്കളാഴ്ച പുതിയ ഒരു ആഴ്ചയുടെ തുടക്കം അല്ലേ? ഹല്ലേലൂയ. പക്ഷേ ഒരുപക്ഷെ ഈ ആഴ്ച നിങ്ങൾക്ക് എങ്ങനെ ആയിരിക്കുമെന്ന് നിങ്ങൾക്കറിയില്ല. എനിക്കും അറിയില്ല. ചിലർ സന്തോഷത്തോടെയാണ് ഈ രാത്രി കേൾക്കുന്നത്, ചിലർ പ്രതീക്ഷയോടെയാണ്, ചിലർ ഒരു ഭാരവുമായിട്ടാണ് ഇന്ന് രാത്രി ആമേൻ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ചിലരെ സംബന്ധിച്ചിടത്തോളം അവർ കുടുംബത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ആമേൻ ഇരിക്കുന്നു. ഹല്ലേലൂയ. ചിലരെ സംബന്ധിച്ചിടത്തോളം ചിലർ മക്കളെ കുറിച്ച് ആമേൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ചിലരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ കാര്യങ്ങളെ കുറിച്ച് ആമേൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. ചിലർ സ്വന്തം ഭാവിയെ കുറിച്ച് ചെയ്യുന്നു. ഹല്ലേലൂയ. പക്ഷേ ഇന്ന് ഈ രാത്രിയിൽ ദൈവം നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നീ ആരാണെന്ന് മറക്കരുത്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മളിൽ പലരും
ആമേൻ മറക്കുന്ന ഒരു കാര്യമാണ്. ആമേൻ നാം ആരാണെന്ന് പലപ്പോഴും എന്ത് ചെയ്യാം? മറന്നുപോകുക. ഹല്ലേലൂയ. പ്രിയരെ, നാം ആരാണെന്ന് ആമേൻ മറക്കരുത്. ലോകം നിന്നെ ഒരു പേരിൽ വിളിച്ചേക്കാം. ഹല്ലേലൂയ. പരാജയം അല്ലെ, പരാജയപ്പെട്ടവൻ, ബലഹീനൻ, വിജയിക്കാത്തവൻ, മറ്റുള്ളവരെ പോലെ അല്ലാത്തവൻ. പക്ഷെ ദൈവം പറയുന്നു, നീ എന്റേതാണ്. ഹല്ലേലൂയ. ഇന്ന് ഈ രാത്രിയിൽ ഈ കൂട്ടായ്മയിൽ യേശുവിൽ വിശ്വസിക്കുന്നവർ മാത്രമല്ല ആമേൻ പങ്കാളികളാകുന്നത്. ഒരുപക്ഷേ യേശുവിനെ കുറിച്ച് ഇപ്പോഴും അന്വേഷിക്കുന്ന ആമേൻ ഒരാളെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടാകാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസത്തെ കുറിച്ച് ചോദ്യങ്ങളുണ്ട് അല്ലെ? ഒരുപക്ഷെ നിങ്ങൾക്ക് വിശ്വാസത്തെ കുറിച്ച് അനവധി ചോദ്യങ്ങളുണ്ടാകും. ഒരുപക്ഷെ നിങ്ങൾക്ക് സഭയുമായി ബന്ധമില്ല. ഒരുപക്ഷെ ദൈവം ഉണ്ടോ എന്ന് പോലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. ഇന്ന് നിങ്ങൾ ഒന്നും അഭിനയിക്കേണ്ടതില്ല. ഹല്ലേലൂയ. ഇന്ന് ലോകം അഭിനയങ്ങളുടെ ലോകമാണ്. പ്രൈസ് ദി ലോർഡ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ആമേൻ അഭിനയിച്ചു. ഹല്ലേലൂയ. ആമേൻ. ആ മക്കൾ അപ്പന്റെ അമ്മയുടെ മുമ്പിൽ എന്ത് ചെയ്യുന്നു? അഭിനയിക്കുന്നു. ഹല്ലേലൂയ. പ്രിയരെ, സ്തോത്രം. സോഷ്യൽ മീഡിയ നമ്മൾ തുറന്നാൽ ആമേൻ അനേകരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ പലരും എന്ത് ചെയ്യുന്നു? അഭിനയിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ ചോദ്യങ്ങളുമായി ആമേൻ ഇന്ന് രാത്രി നിങ്ങൾ ആയിരിക്കുമ്പോൾ, നിങ്ങളുടെ വേദനയുമായി നിങ്ങൾ ആയിരിക്കുമ്പോൾ, നിങ്ങളുടെ സംശയങ്ങളുമായി നിങ്ങൾ ഇരിക്കുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് മറുപടി നൽകുവാൻ ആർക്കാണ് കഴിയുക? നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ ആർക്കാണ് കഴിയുക? ഹല്ലേലൂയ. ഇന്ന് രാത്രി സംശയങ്ങളുമായി തന്നെ ഇരിക്കുന്ന, വേദനയുമായി തന്നെ ഇരിക്കുന്ന, ചോദ്യങ്ങളുമായി തന്നെ ഇരിക്കുന്ന ആമേൻ ജീവിതങ്ങളോട് ഹല്ലേലൂയ ഇന്ന് രാത്രി എനിക്ക് പറയുവാനുള്ളത്, സത്യത്തെ അന്വേഷിക്കുന്ന ഹൃദയത്തെ ആമേൻ അതേ തള്ളിക്കളയുന്നവനല്ല ദൈവം. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക്, നിങ്ങളുടെ വേദനകൾക്ക്, നിങ്ങളുടെ സംശയങ്ങൾക്ക് ആമേൻ മറുപടി നൽകുവാൻ കഴിയുന്ന ആമേൻ ഒരു ദൈവത്തെ അന്വേഷിക്കുന്ന ഹൃദയം നിങ്ങൾക്കുണ്ടെങ്കിൽ ആമേൻ ഒരിക്കലും ദൈവം നിങ്ങളെ തള്ളിക്കളയത്തില്ല. ലോകത്തിന്റെ ശബ്ദവും ദൈവത്തിന്റെ ശബ്ദവും ആമേൻ ഹല്ലേലൂയ ആമേൻ ഈ രണ്ട് ശബ്ദങ്ങൾ മനുഷ്യനെ ആമേൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആമേൻ വലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോകം നമ്മോട് നിരന്തരം പറയുന്നുണ്ട്, മറ്റുള്ളവരെ പോലാകൂ. എല്ലാവരും ചെയ്യുന്നത് ചെയ്യൂ, എല്ലാവരും പറയുന്നത് പറയൂ, എല്ലാവരും പിന്തുടരുന്നത് പിന്തുടരൂ. ലോകം അങ്ങനെ പറയുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, അതാണ് ഇന്ന് രാത്രി നാം വായിച്ചത്, റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം. ഈ ലോകത്തോട് അനുരൂപമാകരുത്.
ഈ ലോകത്തോട് അനുരൂപമാകാതെ. എന്തുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ ഈ വചനം ഇങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാ? കാരണം ദൈവം നിന്നെ ഒരു പകർപ്പിനായി സൃഷ്ടിച്ചിട്ടില്ല. നിനക്കൊരു വിളിയുണ്ട്, നിനക്കൊരു ലക്ഷ്യമുണ്ട്, നിനക്കൊരു സാക്ഷ്യമുണ്ട്. ക്രിസ്തുവിനായി വേറിട്ട് നിൽക്കുവാനുള്ള വിളിയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാ ലോകത്തിൽ അഭിനയിക്കുന്നവരെ പോലെ, ലോകത്തിൽ മറ്റു ഒരു വ്യക്തിയെ പോലെ ആകുവാൻ നിന്നെ കുറിച്ച് ദൈവത്തിന് പ്ലാൻ ഇല്ലാത്തത് കൊണ്ട്, പദ്ധതി ഇല്ലാത്തത് കൊണ്ട് അവരിൽ ഒരാളായി ആമേൻ ഉയർന്നു വരുവാൻ ദൈവം അനുവദിക്കുന്നില്ല. അവര് ചെയ്യുന്നത് പോലെ ചെയ്യാൻ ദൈവം നിന്നെ അനുവദിക്കുന്നില്ല. അവര് പോകുന്നത് പോലെ പോകാൻ ദൈവം നിന്നെ അനുവദിക്കുന്നില്ല. അവര് ശ്രമിക്കുന്നത് പോലെ നീ ശ്രമിച്ചിട്ടും, ആമേൻ, അവര് മുട്ടുന്നത് പോലെ മുട്ടിയിട്ടും, ആമേൻ, അവര് പ്രയത്നിക്കുന്നത് പോലെ നീ പ്രയത്നിച്ചിട്ടും, ആമേൻ, അവരിൽ ഒരാളായി ആമേൻ ഒതുങ്ങിപ്പോകുവാൻ ദൈവം അനുവദിക്കാത്തത് കൊണ്ട്, ആമേൻ, നിനക്കൊരു വിളിയുള്ളത് കൊണ്ട്, നിനക്കൊരു ലക്ഷ്യമുള്ളത് കൊണ്ട്, നിനക്കൊരു സാക്ഷ്യമുള്ളത് കൊണ്ട്, ക്രിസ്തുവിന് വേണ്ടി വേറിട്ട് നിൽക്കുവാനുള്ള ഒരു വിളി നിനക്കുള്ളത് കൊണ്ട് ഇന്ന് രാത്രി, ഹല്ലേലൂയ, സ്നേഹമുള്ളവരെ, ഇന്ന് രാത്രി നാം വചനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ വെക്കാം. നമ്മുടെ എല്ലാ ചിന്തകളും, നമ്മുടെ ഭയങ്ങളും, നമ്മുടെ കുടുംബ ഭാരങ്ങളും, നമ്മുടെ പരാജയങ്ങളും, നമ്മുടെ ചോദ്യങ്ങളും യേശുവിന്റെ പാദങ്ങളിൽ വെക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഓ നന്ദി കർത്താവേ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഓ നന്ദി കർത്താവേ. നമ്മുടെ കുടുംബ ഭാരങ്ങളും, നമ്മുടെ പരാജയങ്ങളും, നമ്മുടെ ചോദ്യങ്ങളും യേശുവിന്റെ പാദങ്ങളിൽ വെക്കാം. ആരാധന എന്നത് പാട്ട് മാത്രമല്ല. യേശുവേ, എന്റെ ജീവിതത്തിന്റെ കേന്ദ്രം നീ ആയിരിക്കണമേ എന്ന് പറയുന്നതാണ് ആരാധന. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ലോകത്തിന്റെ ശബ്ദം കുറച്ചു നേരത്തേക്ക് മാറ്റിവെക്കാം. നമ്മുടെ ഹൃദയത്തിന്റെ വാതിൽ തുറക്കാം. യേശുവിനെ നോക്കാം. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിനായി ഹൃദയം തുറക്കാം. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട് നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കുക. ഹല്ലേലൂയ. ഒരു നിമിഷം നിശബ്ദരാകൂ. നിങ്ങളുടെ ഹൃദയത്തിൽ പറയൂ, യേശുവേ, ഞാനിവിടെയുണ്ട്. യേശുവേ, ഞാനിവിടെയുണ്ട്. ഇന്ന് രാത്രി അവിടുന്ന് എന്നോട് സംസാരിക്കണമേ. അവിടുന്ന് എന്നോട് ഇടപെടണമേ. യേശുവേ, അങ്ങയുടെ സാന്നിധ്യം എനിക്ക് ആവശ്യമാണ്. അവിടുത്തെ കൃപ എനിക്ക് ആവശ്യമാണ്. അപ്പാ, ഇന്ന് രാത്രി എന്നോട് കരുണ കാണിക്കണമേ. എന്നോട് മനസ്സലിയണമേ. യേശുവേ, ഞാനിവിടെയുണ്ട്.
യേശുവേ, ലോകത്തിനിടയിൽ നിൻ വെളിച്ചമായി നിൽക്കണമേ. എല്ലാവരും പോകുന്ന വഴി അല്ല, എല്ലാവരും പോകുന്ന വഴിയല്ല, നിൻ വഴിയിൽ എന്നെ നടത്തണമേ. ലോകത്തിന്റെ ശബ്ദങ്ങൾക്കിടയിൽ നിൻ ശബ്ദം ഞാൻ കേൾക്കണമേ. മനുഷ്യരുടെ അംഗീകാരത്തെക്കാൾ നിൻ കൃപ എനിക്ക് മതിയാകണമേ. എൻ ഹൃദയം നിനക്കായി, എൻ ജീവിതം നിനക്കായി, എൻ വാക്കുകളും എൻ പ്രവർത്തികളും യേശുവേ നിനക്കായി. ഇരുളിനിടയിൽ വെളിച്ചമായി, തെറ്റിനിടയിൽ സത്യമായി, വിട്ടുവീഴ്ചകളുടെ നടുവിലും വിശുദ്ധിയിൽ നടക്കണമേ. എൻ വീടും നിൻ കയ്യിൽ, എൻ കുടുംബവും നിൻ കയ്യിൽ, എൻ മക്കളും എൻ തലമുറയും യേശുവേ നിൻ കയ്യിൽ. ലോകം മാറിയാലും യേശുവേ നിൻ വചനത്തിൽ ഞാൻ നിലനിൽക്കും. കാറ്റുകൾ വീശിയാലും കർത്താവേ നിൻ കൃപയിൽ ഞാൻ നിലനിൽക്കും. ഒരു തലമുറ എഴുന്നേൽക്കട്ടെ, ക്രിസ്തുവിനായി ജ്വലിക്കട്ടെ. ലോകത്തിനിടയിൽ വെളിച്ചമായി യേശുവിനെ ഉയർത്തട്ടെ. നീയേ എൻ വഴി, നീയേ എൻ സത്യം, നീയേ എൻ ജീവൻ. യേശുവേ, ലോകത്തിനിടയിൽ ക്രിസ്തുവിനായി വേറിട്ട് നിൽക്കാൻ എന്നെ നടത്തണമേ. ഹല്ലേലൂയ. രാത്രി ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. യേശുവേ, ലോകത്തിനിടയിൽ നിൻ വെളിച്ചമായി നിൽക്കണമേ. എല്ലാവരും പോകുന്ന വഴിയല്ല, നിൻ വഴിയിൽ എന്നെ നടത്തണമേ. ലോകത്തിന്റെ ശബ്ദങ്ങൾക്കിടയിൽ നിൻ ശബ്ദം ഞാൻ കേൾക്കണമേ. മനുഷ്യരുടെ അംഗീകാരത്തെക്കാൾ നിൻ കൃപ എനിക്ക് മതിയാക്കണമേ. എൻ ഹൃദയം നിനക്കായി, എൻ ജീവിതം നിനക്കായി, എൻ വാക്കുകളും എൻ പ്രവൃത്തികളും യേശുവേ നിനക്കായി. ഇരുളിനിടയിൽ വെളിച്ചമായി, തെറ്റിനിടയിൽ സത്യമായി, വിട്ടുവീഴ്ചകളുടെ നടുവിലും വിശുദ്ധിയിൽ നടക്കണമേ. എൻ വീടും നിൻ കയ്യിൽ, എൻ കുടുംബം നിൻ കയ്യിൽ, എൻ മക്കളും എൻ തലമുറയും യേശുവേ നിൻ കയ്യിൽ. ലോകം മാറിയാലും യേശുവേ നിൻ വചനത്തിൽ ഞാൻ നിൽക്കും. കാറ്റുകൾ വീശിയാലും കർത്താവേ നിൻ കൃപയിൽ ഞാൻ നിലക്കും. ഒരു തലമുറ എഴുന്നേൽക്കട്ടെ, ക്രിസ്തുവിനായി ജ്വലിക്കട്ടെ. ലോകത്തിനിടയിൽ വെളിച്ചമായി
വെളിച്ചമാ നീയേൻ വഴി, നീയേൻ സത്യം, നീയേൻ ജീവൻ, നീ യേശുവേ. ലോകത്തിനിടയിൽ ക്രിസ്തുവിനായി വേറിട്ടു നിൽക്കാൻ എന്നെ നടത്തണമേ. റെംബോ സ്റ്റൈൽ വോയിസ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ എത്ര പേർക്ക് ഹല്ലേലൂയ ആമേൻ ലോകത്തിലെ വെളിച്ചമായ യേശുവിനെ ഉയർത്തുവാൻ കഴിയും. ഹല്ലേലൂയ. കാറ്റുകൾ വീശിയാൽ കർത്താവേ നിൻ കൃപയിൽ ഞാൻ നിലനിൽക്കും. ഒരു തലമുറ എഴുന്നേൽക്കട്ടെ, ക്രിസ്തുവിനായി ജ്വലിക്കട്ടെ, ലോകത്തിനിടയിൽ വെളിച്ചമായി യേശുവിനെ ഉയർത്തട്ടെ. കരമുയർത്തി നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ട. ഇരു കരങ്ങൾ ചേർത്തടിച്ച് നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ആരാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ശാന്തമാകുന്നു. ഹല്ലേലൂയ. കാരണം നാം ലോകത്തെ നോക്കുന്നതിൽ നിന്ന് യേശുവിലേക്ക് നോക്കാൻ തുടങ്ങുന്നു. ഹല്ലേലൂയ, ആമേൻ. ഇനി നമുക്ക് ആമേൻ വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. ലോകത്തിനിടയിൽ ക്രിസ്തുവിനായി വേറിട്ട് നിൽക്കണമെങ്കിൽ ഹല്ലേലൂയ നാം ആദ്യം അറിയേണ്ട, മനസ്സിലാക്കേണ്ട ചില സത്യങ്ങളുണ്ട്. ഹല്ലേലൂയ. ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ആമേൻ. നാളിതുവരെ ആയിട്ട് ഈ സത്യം അറിഞ്ഞിട്ടില്ലെങ്കിൽ, ഈ യാഥാർത്ഥ്യം അവൻ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, സ്നേഹിത, കൂടപ്പിറപ്പേ, ഇന്ന് രാത്രി താങ്കൾ ഈ യാഥാർത്ഥ്യം തിരിച്ചറിയണം, ഈ സത്യം മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഞാൻ ആരുടേതാ? ലോകം നിനക്ക് ഒരു ഐഡന്റിറ്റി നൽകാൻ ശ്രമിക്കും. ഹല്ലേലൂയ. സമൂഹം ഒരു ഐഡന്റിറ്റി നൽകും, സുഹൃത്തുക്കൾ ഒരു ഐഡന്റിറ്റി നൽകും, സോഷ്യൽ മീഡിയ ഒരു ഐഡന്റിറ്റി നൽകും. പക്ഷേ ദൈവവചനം നിനക്കുള്ള യഥാർത്ഥ ഐഡന്റിറ്റി വെളിപ്പെടുത്തും. ഹല്ലേലൂയ. ആമേൻ. നിന്റെ കയ്യിൽ ആമേൻ പല വിധത്തിലുള്ള, പല നിറത്തിലുള്ള ആമേൻ ഐഡന്റിറ്റികൾ ഉണ്ടാകാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ത്യൻ പൗരൻ എന്ന് ആമേൻ വെളിപ്പെടുത്തുന്ന ഐഡന്റിറ്റി ഉണ്ടാകാം. ആമേൻ. ആമേൻ. ഇലക്ഷൻ കമ്മീഷണർ തന്നിരിക്കുന്ന ആമേൻ ഐഡന്റിറ്റി ഉണ്ടാകാം. നീ ആമേൻ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നീ ഏത് വിദ്യാലയത്തിൽ പഠിക്കുന്നു, നീ ഏത് കോളേജിൽ പോകുന്നു, അവിടെ നിന്ന് നിനക്കൊരു ഐഡന്റിറ്റി ലഭിക്കും. ഹല്ലേലൂയ. നീ ഏത് ഡിപ്പാർട്ട്മെന്റിൽ ആമേൻ ജോലി ചെയ്യുന്നുവോ അവിടെ നിന്ന് നിനക്കൊരു ഐഡന്റിറ്റി കിട്ടും. എന്നാൽ ഇന്ന് രാത്രി
ആമേൻ തിരുവെഴുത്ത് പറയുന്നു. ആമേൻ പുതിയ നിയമത്തില് ആമേൻ പത്രോസ് അപ്പോസ്തലൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം, നിങ്ങൾ തെരഞ്ഞെടുത്ത വംശവും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ ജനവും സ്വന്ത ജനവുമാകുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് നമുക്ക് ആമേൻ പഠിക്കാം. ആമേൻ എന്തുകൊണ്ടാണ് ക്രിസ്തുവിനായി വേറിട്ട് നിൽക്കേണ്ടത്? ഹല്ലേലൂയ. പ്രിയരെ, എങ്ങനെ വേറിട്ട് നിൽക്കാം? വ്യത്യസ്തനായി നിൽക്കുമ്പോൾ വരുന്ന സമ്മർദ്ദങ്ങളെ എങ്ങനെ ജയിക്കാം? ഒരു യുവാവിന്റെ ജീവിതം എങ്ങനെ ഒരു തലമുറയുടെ സാക്ഷ്യമാകാം? ഒരു കുടുംബം എങ്ങനെ ക്രിസ്തുവിന്റെ വെളിച്ചമാകാം? ഹല്ലേലൂയ. ഇത്യാദി ചോദ്യങ്ങൾക്ക് മറുപടി പരിശുദ്ധാത്മാവ് തിരുവെഴുത്തുകളിലൂടെ ഇന്ന് രാത്രി നൽകി തരുവാൻ പോകുകയാണ്. വിശുദ്ധ വേദപുസ്തകം എടുക്കുക. കഴിവതും താല്പര്യമുള്ളവർക്ക് തുറക്കാം, വചനത്തിലേക്ക് കടക്കാം, ഹൃദയം തുറന്ന് കേൾക്കാം. പരിശുദ്ധാത്മാവ് ഈ രാത്രി നമ്മോട് സംസാരിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം, ആമേൻ, ഈ ലോകത്തോട് അനുരൂപമാകാതെ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് ദൈവഹിതം പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവി. ഇത് ഒരു മതപരമായ ഉപദേശം മാത്രമല്ല. ആമേൻ. ചിലർ ചിന്തിക്കും ഇത് ഏതോ ഒരു മതക്കാർക്ക് വേണ്ടിയുള്ള സന്ദേശമാണ്. ആമേൻ. ചിലർ ചിന്തിക്കും ഇത് ഏതോ ഒരു പ്രത്യേക ഗ്രൂപ്പിന് വേണ്ടിയുള്ള സന്ദേശമാണ്. ആമേൻ. ചിലർ ചിന്തിക്കും ഇവർക്കൊന്നും ഒരു പണിയുമില്ലാത്തത് കൊണ്ട് ആമേൻ രാത്രിയിൽ ആമേൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ആമേൻ. ചിലർ പറയും ആമേൻ അതെ ഫേസ്ബുക്കിലൂടെ പണമുണ്ടാക്കാനുള്ള പരിപാടിയാ. ആമേൻ. ചിലർ പറയും ലൈക്കും കമന്റും കിട്ടാനുള്ള പരിപാടിയാ. ആമേൻ. എന്ത് വേണമെങ്കിലും പറഞ്ഞോ. ഇന്ന് രാത്രി ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ആമേൻ. ഇതൊരു മതപരമായ ഉപദേശം മാത്രമല്ല, ജീവിതം എങ്ങനെ നയിക്കണമെന്ന ദൈവത്തിന്റെ ശബ്ദമാണ്. ദൈവത്തിന്റെ വിളിയെ തിരിച്ചറിയുവാൻ കഴിയുന്ന ആമേൻ ഒരു സന്ദേശമാണ്. ഇന്ന് രാത്രി ഈ സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തിന്റെ അറ്റത്ത് മുക്കിനും മൂലയിലും കഴിയുന്ന വ്യക്തി ജീവിതങ്ങളുടെ കൈകളിൽ എത്തത്തക്ക വിധത്തിൽ ആമേൻ ഈ സന്ദേശത്തെ എത്തിക്കുന്നത്. ഹല്ലേലൂയ. ലോകം നിന്നെ മാറ്റുന്നതിന് മുമ്പ് ദൈവവചനം നിന്നെ രൂപാന്തരപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഇന്നത്തെ ശുശ്രൂഷയുടെ കേന്ദ്ര ചോദ്യം ലോകം എന്നെ മാറ്റുകയാണോ അതോ ക്രിസ്തു എന്നെ മാറ്റുകയാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകത്തിനിടയിൽ ക്രിസ്തുവിനായി വേറിട്ട് നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഇത് കേൾക്കുമ്പോൾ ചിലർ ചിന്തിച്ചേക്കാം, ഞാൻ ലോകത്തിൽ ജീവിക്കുകയല്ലേ, ഈ ലോകത്തിൽ ഞാൻ ആമേൻ ആയിരിക്കുമ്പോൾ ജോലിക്ക് പോകണം അല്ലേ? ഇന്ന് അനേകർ ജോലി തേടി നടക്കുകയാണ്. ഞാൻ ലോകത്തിൽ ജീവിക്കുകയല്ലേ, ജോലിക്ക് പോകണം, നല്ല കാര്യം. പഠിക്കണം, നല്ല കാര്യം. കുടുംബത്തോടൊപ്പം ജീവിക്കണം, നല്ല കാര്യം. സമൂഹത്തിൽ ഇടപെടണം, നല്ല കാര്യം. അതെ, ക്രിസ്തീയ ജീവിതം ലോകത്തിൽ നിന്ന് ഓടിപ്പോകുന്നതല്ല, ലോകത്തിനിടയിൽ ജീവിച്ചുകൊണ്ട് ക്രിസ്തുവിനെ കാണിക്കുന്ന ജീവിതമാണ്. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. ഇന്ന് യേശുവിനെ അറിയാത്ത ഒരാളോടും ഹല്ലേലൂയ
പരിശുദ്ധാത്മാവ് സംസാരിക്കും. ഹല്ലേലൂയ. ഇന്ന് ഈ ലൈവ് കേൾക്കുന്ന എല്ലാവരും വിശ്വാസികളായിരിക്കണമെന്നില്ല. ഒരുപക്ഷെ നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ ദൈവത്തെ കുറിച്ച് എനിക്ക് ഇപ്പോഴും പല ചോദ്യങ്ങളുണ്ട് എന്ന് പറയുന്ന ഒരാളായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾക്ക് സഭയുമായി അടുത്ത ബന്ധമില്ലായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആളല്ലായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് ഈ ലൈവിൽ വന്നത് യാദർശികമായിരിക്കാം. പ്രശ്നമില്ല. ഇന്ന് നിങ്ങൾ ഒന്നും ആമേൻ പ്രതികരിക്കുവാൻ തയ്യാറാകേണ്ടതില്ല. നിങ്ങളുടെ ഹൃദയത്തിലുള്ള ചോദ്യങ്ങളുമായി തന്നെ ഈ സന്ദേശം കേൾക്കൂ. കാരണം നമ്മുടെ ഇന്നത്തെ ചോദ്യം, ആമേൻ, ഞാൻ മറ്റുള്ളവരെ പോലാകണമോ, അതോ എന്റെ ജീവിതത്തിന് ഒരു വലിയ ലക്ഷ്യമുണ്ടോ? ഹല്ലേലൂയ. ലോകം നമ്മോട് പറയുന്നത്, നമ്മുടെ കാലം നമ്മോട് നിരന്തരം പറയുന്നുണ്ട്, മറ്റുള്ളവരെ പോലാകൂ. എന്താണ് എല്ലാവരും ചെയ്യുന്നത്? അത് ചെയ്യൂ. എന്താണ് എല്ലാവരും പറയുന്നത്? അത് പറയൂ. എന്താണ് എല്ലാവരും പിന്തുടരുന്നത്? നീയും പിന്തുടരൂ. മറ്റുള്ളവർ അംഗീകരിച്ചാൽ നീ സുരക്ഷിതനാണ്. മറ്റുള്ളവർ അംഗീകരിച്ചില്ലെങ്കിൽ നീ ഒറ്റപ്പെട്ടു പോകും. പക്ഷേ ഇന്ന് വചനം നമ്മോട് മറ്റൊരു കാര്യം പറയുന്നു. ഹല്ലേലൂയ. എല്ലാവരെയും അനുകരിക്കേണ്ടതില്ല. നിനക്കൊരു വിളിയുണ്ട്, നിനക്കൊരു ദിശയുണ്ട്, നിനക്കൊരു ലക്ഷ്യമുണ്ട്. നീ ക്രിസ്തുവിനായി വേറിട്ട് നിൽക്കേണ്ടവനാണ്. ഇന്ന് രാത്രി ആ തിരിച്ചു അറിവുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. തിരിച്ചറിവില്ലാത്ത ജീവിതങ്ങൾ തിരിച്ചറിവിലേക്ക് വരുവാൻ ഇന്ന് രാത്രി ആമേൻ പരിശുദ്ധാത്മാവ് ചിലരെ ആമേൻ തിരിച്ചറിവിലേക്ക് നയിക്കുവാൻ ഇടയാകുമെന്ന് ആത്മാവിൽ ഞാൻ പറഞ്ഞാൽ ഇത് സ്വീകരിച്ച് പ്രാർത്ഥിക്കുവാൻ, എന്നോടൊപ്പം ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ആര് തയ്യാറാകും? റോമാലേഖനം 12:2 നാം വായിച്ചു. ഈ ലോകത്തോട് അനുരൂപമാകാതെ. ആമേൻ. ഇവിടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ പറയുന്നത് ലോകത്തെ വെറുക്കാനല്ല, ആമേൻ, ലോകത്തിലെ ആമേൻ മനുഷ്യരെ താഴ്ന്നവരായി കാണാനല്ല, മറിച്ച് ലോകത്തിന്റെ തെറ്റായ മാതൃക നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുവാൻ അനുവദിക്കാൻ. ഹല്ലേലൂയ. ലോകം എന്തു പറയുന്നു എന്നതിലുപരി ദൈവം എന്തു പറയുന്നു എന്ന് ചോദിക്കുക. ഇന്ന് രാത്രി ആരതിന് തയ്യാറാകും? ഹല്ലേലൂയ. ഒരു ചോദ്യം, ആമേൻ. സുഹൃത്തേ, നിങ്ങളുടെ ജീവിതത്തിലെ വലിയ തീരുമാനങ്ങൾ ആരാണ് എടുക്കുന്നത്? നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ, നിങ്ങൾക്കൊരു പ്രതികൂലമുണ്ടാകുമ്പോൾ, നിങ്ങൾക്കൊരു തകർച്ചയുണ്ടാകുമ്പോൾ, നിങ്ങൾ ചില കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ, നിങ്ങൾ ചില വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ, സമൂഹമോ സുഹൃത്തുക്കളോ സോഷ്യൽ മീഡിയയോ പണമോ ഭയമോ മറ്റുള്ളവരുടെ അഭിപ്രായമോ അതോ ദൈവത്തിന്റെ വചനമോ? ഹല്ലേലൂയ. ഇതാണ് ഇന്നത്തെ സന്ദേശത്തിന്റെ കേന്ദ്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതാണ് ഇന്നത്തെ സന്ദേശത്തിന്റെ ഹൃദയം. കഴിഞ്ഞ ദിവസം നാം കേട്ടല്ലോ, വചനത്തിൽ വേരൂന്നിയവൻ ലോകത്തിൽ ഉറച്ചു നിൽക്കും. കഴിഞ്ഞ രാത്രിയിലെ സന്ദേശത്തിൽ നമ്മൾ കണ്ടത്, വചനത്തിൽ വേരൂന്നിയ ജീവിതം ഒരു വൃക്ഷത്തിന്റെ ആമേൻ ഹല്ലേലൂയ വേരുകൾ ആമേൻ മണ്ണിലുൾ ആമേൻ ഉള്ളിലാണ്. ആരും വേരുകൾ കാണുന്നില്ല, പക്ഷെ കാറ്റ് വരുമ്പോൾ വേരുകളുടെ ശക്തി പുറത്തു വരും. അതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതവും.
നാം എന്താണ് യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നതെന്ന് അവൻ പ്രശ്നങ്ങൾ വന്നപ്പോൾ മനസ്സിലാകും, പരീക്ഷണങ്ങൾ വന്നപ്പോൾ മനസ്സിലാകും, പ്രലോഭനങ്ങൾ വന്നപ്പോൾ മനസ്സിലാകും. എല്ലാവരും തെറ്റായ വഴിയിലേക്ക് പോകുമ്പോൾ നാം ഏത് വഴിയാണ് തിരഞ്ഞെടുക്കുന്നത് എന്ന് അപ്പോൾ മനസ്സിലാകും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ തിരുവചനത്തിൽ തന്റെ അനുഭവത്തിലൂടെ ഇങ്ങനെ എഴുതിയത്. 1-ാം സങ്കീർത്തനം 3-ാം വാക്യം, വചനത്തിൽ ധ്യാനിക്കുന്ന മനുഷ്യനെ വെള്ളത്തിനരികിൽ നട്ടിരിക്കുന്ന വൃക്ഷത്തോടാണ് താരതമ്യം ചെയ്യുന്നത്. ആമേൻ. വെള്ളത്തിന്റെ ഉറവിടമായി ആമേൻ ബന്ധമുള്ളതിനാൽ അത് തക്ക കാലത്ത് ഫലം കായ്ക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് വേരുകൾ ശരിയെങ്കിൽ ഫലവും ശരിയാകും. ആമേൻ. നമ്മുടെ ജീവിതത്തിന്റെ വേരുകൾ ക്രിസ്തുവിലാണെങ്കിൽ നമ്മുടെ തീരുമാനങ്ങളിൽ ക്രിസ്തു കാണപ്പെടും. ഹല്ലേലൂയ. നമ്മുടെ സംസാരത്തിൽ ക്രിസ്തു കാണപ്പെടും. നമ്മുടെ സ്വഭാവത്തിൽ ക്രിസ്തു കാണപ്പെടും. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വാസികളായിരിക്കുന്ന ദൈവമക്കളെ, ക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കുന്നത് എളുപ്പമാണ്. പക്ഷേ ക്രിസ്തുവിനെ പോലെ ജീവിക്കുക, ഹല്ലേലൂയ, അത് ആണ് സാക്ഷ്യം. ഞായറാഴ്ച ആരാധനയിൽ മാത്രമല്ല, തിങ്കളാഴ്ച ജോലി സ്ഥലത്തും വീട്ടിലും വ്യാപാരത്തിലും സൗഹൃദങ്ങളിലും ഒറ്റയ്ക്കായിരിക്കുമ്പോഴും ആരും കാണാത്ത സമയത്തും ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകണം. ഹല്ലേലൂയ. ലോകം സമൃദ്ധം ചൊലുത്തുമ്പോൾ, അതേ ദാനിയേലിന്റെ പുസ്തകം ആമേൻ നാം വായിക്കുന്നത് നന്നായിരിക്കും. ഹല്ലേലൂയ. ദാനിയേലും കൂട്ടരും അന്യദേശത്തായിരുന്നു. അവരുടെ ചുറ്റും വേറൊരു സംസ്കാരം, അവരായിരിക്കുന്നത് വേറൊരു രാജ്യത്ത്. ആ രാജ്യത്തിന്റെ മൂല്യാവസ്ഥ വേറൊന്നായിരുന്നു. അവിടുത്തെ ആരാധന രീതി വേറൊന്നായിരുന്നു. പക്ഷെ അവർ അവിടെ നിന്ന് ഓടിപ്പോയില്ല. ആമേൻ. അവർ അവിടെ ജീവിച്ചു. പക്ഷേ അവിടുത്തെ തെറ്റായ രീതികളിൽ അവർ ലയിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം ഇങ്ങനെ നാം വായിക്കുന്നത്, ദാനിയേൽ തന്റെ ഹൃദയത്തിൽ തന്നെത്താൻ അശുദ്ധനാക്കിയില്ല എന്ന് തീരുമാനിച്ചു. ശ്രദ്ധിച്ചേ. ആമേൻ. മറ്റൊരു രാജ്യത്ത്, മറ്റൊരു ആമേൻ ആരാധന ഉള്ളെടുത്ത്, ആമേൻ മറ്റൊരു വ്യവസ്ഥ ഉള്ളെടുത്ത്, ആമേൻ മറ്റൊരു സംസ്കാരം ഉള്ളെടുത്ത്, ആമേൻ അവർ ആയിരുന്നപ്പോൾ അവർ ആ പ്രതികൂലത്തിന്റെ നടുവിൽ നിന്ന്, ആ പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന്, ആ ഒറ്റപ്പെടലിന്റെ അനുഭവത്തിൽ നിന്ന് അവർ അവിടെ ആമേൻ ഓടിപ്പോയില്ല. അവർ അവിടെ ജീവിച്ചു. പക്ഷേ അവിടുത്തെ തെറ്റായ രീതികളിൽ അവർ പങ്കാളികളായില്ല. ആ തെറ്റായ രീതികൾ അവർ ലയിച്ചില്ല. ദാനിയേൽ തന്റെ ഹൃദയത്തിൽ തന്നെത്താൻ അശുദ്ധനാക്കിയില്ല എന്ന് തീരുമാനിച്ചു. ശ്രദ്ധിക്കൂ പ്രിയരെ, ആദ്യം തീരുമാനം ഹൃദയത്തിലുണ്ടായി, പിന്നെയാണ് ജീവിതത്തിൽ അത് പ്രകടമായത്. ഇന്നത്തെ യുവതലമുറകളോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. യുവാക്കളെ, നിങ്ങളെ ചുറ്റിപ്പറ്റി വലിയ സമ്മർദ്ദങ്ങളുണ്ട്. ഇങ്ങനെ ജീവിക്കണം, ഇത് ചെയ്താൽ മാത്രമേ നീ വിജയിയാകൂ, മറ്റുള്ളവർ നിന്നെ അംഗീകരിക്കണമെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം. പക്ഷേ നിന്റെ മൂല്യം മറ്റുള്ളവരുടെ അംഗീകാരത്തിൽ അല്ല, നിന്റെ മൂല്യം യേശുവിൽ കണ്ടെത്തൂ. ഹല്ലേലൂയ. നിന്നെ അതെ നിർവചിക്കുന്നത് അത് സോഷ്യൽ മീഡിയ അല്ല, ലൈക്കുകളല്ല. നിന്നെ നിർവചിക്കുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായമല്ല, നിന്റെ കഴിഞ്ഞകാല പരാജയങ്ങളുമല്ല. ക്രിസ്തുവിൽ നിനക്കൊരു പുതിയ വ്യക്തിത്വമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. പത്രോസ് എഴുതി 1-ാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിച്ചു. ആമേൻ. നിങ്ങൾ തെരഞ്ഞെടുത്തത് വംശവും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ ജനവും സ്വന്തം ജനവുമാകുന്നു. ഹല്ലേലൂയ. പ്രിയരെ, നാം ആരാണെന്നറിയുമ്പോൾ
ഹല്ലേലൂയ. എന്ത് ചെയ്യണമെന്നറിയാൻ തുടങ്ങും. ആമേൻ. മനസ്സിലായവർ ആ കരമുയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. നാം ആരാണെന്നറിയുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാൻ തുടങ്ങും. ഹല്ലേലൂയ. ഐഡന്റിറ്റി ഡിറ്റർമിൻസ് ഡയറക്ഷൻ. ഹല്ലേലൂയ. നീ ക്രിസ്തുവിൻ്റെതാണെന്ന് തിരിച്ചറിഞ്ഞാൽ ക്രിസ്തുവിന് വിശുദ്ധമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ധൈര്യം വരും. Praise the Lord. അതാണ് ദാനിയേലും തന്റെ കൂടെയുള്ളവരും ചെയ്തത്. അവർ ദൈവത്തിൻ്റെതാണെന്ന്, അവർ ലോകത്തിൻ്റെതല്ല. അവരുടെ സമകാലികന്മാർ ജീവിക്കുന്നത് പോലെ ജീവിക്കേണ്ടവരല്ല. അവർ അശുദ്ധമാകുന്നവരാകുന്ന പോലെ ഇവർ അശുദ്ധരാകേണ്ടവരല്ല. അവർ തിരിച്ചറിഞ്ഞു അവർ ദൈവത്തിന് വേണ്ടിയുള്ളവരാ. അങ്ങനെ തിരിച്ചറിഞ്ഞാൽ ക്രിസ്തുവിന് വിശുദ്ധമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള ധൈര്യം വരും. പ്രിയരെ, ഇന്ന് രാത്രി ദൈവമാരെന്നറിയാതെ ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിലൂടെ സമയം ചെലവഴിക്കുന്ന അവിശ്വാസികളെന്ന് ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ ദൈവവുമായിട്ട് ബന്ധമില്ലാതെ ജീവിക്കുന്ന ജീവിതങ്ങളോട് ഇന്ന് രാത്രി ഒരു വാക്ക്. സുഹൃത്തേ, ഒരുപക്ഷെ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ അനുയായി എന്ന വാക്ക് ഇപ്പോഴും സ്വീകരിക്കുവാൻ കഴിയുന്നില്ല. അത് നിർബന്ധിക്കേണ്ട കാര്യമല്ല. പക്ഷേ നിങ്ങൾ ജീവിതത്തിൽ സത്യത്തെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ക്ഷണമുണ്ട്. യേശുവിനെ സ്വയം അന്വേഷിക്കുക. യേശുവിനെ സ്വയം അന്വേഷിക്കുക. Praise the Lord. Hallelujah. Thank you, Jesus. Hallelujah. നന്ദി കർത്താവേ. Hallelujah. Praise you, Jesus. Hallelujah. Thank you, Jesus. നന്ദി കർത്താവേ.
പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വാഴ്ത്തുന്നു, ഞങ്ങളെ സ്തുതിക്കുന്നു. Hallelujah. Thank you, Jesus. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അംഗീകരിക്കുന്നു. നിങ്ങൾ ജീവിതത്തിൽ സത്യം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ഷണമുണ്ട്. യേശുവിനെ സ്വയം അന്വേഷിക്കുക. പ്രിയരെ, ഈ രാത്രിയിൽ അല്പമായ ബുദ്ധിമുട്ടുകൾ നേരിട്ടു. ആമേൻ. അതിൽ ഖേദിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെ സഹായിക്കട്ടെ. മറ്റുള്ളവർ പറഞ്ഞ യേശുവിനെ മാത്രം ആശ്രയിക്കരുത്. ബൈബിൾ തുറക്കൂ. യോഹന്നാന്റെ സുവിശേഷം വായിക്കൂ. യേശു ആരായിരുന്നു എന്ന് നോക്ക്. അവൻ എങ്ങനെ സ്നേഹിച്ചു എന്ന് നോക്ക്. അവൻ തകർന്ന മനുഷ്യരോട് എങ്ങനെ പെരുമാറിയെന്ന് നോക്ക്. അവൻ ക്രൂശിൽ എന്തുകൊണ്ട് മരിച്ചു എന്ന് അന്വേഷിക്കുക. എന്നിട്ട് യേശു ആരാണ് എന്ന ചോദ്യം ചോദിക്കുക. യേശു ആരാണെന്ന ചോദ്യം സ്വയം ചോദിക്കൂ. സത്യമായ അന്വേഷണത്തെ ദൈവം ഭയപ്പെടുന്നില്ല. പ്രിയരെ, എന്തുകൊണ്ടാണ് വ്യത്യസ്തനാകുന്നത്? എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിന് അനുരൂപമാകാതെ വ്യത്യസ്തനാകുന്നത്? ക്രിസ്തുവിനെ അറിയുന്ന, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ എന്തിനാണ് വേറിട്ടിരിക്കുന്നത്, വേറിട്ട് നിൽക്കുന്നത്? ഞാൻ മറ്റുള്ളവരെക്കാൾ നല്ലവനാണ് എന്ന് പറയാനല്ല. അല്ലേ? അല്ല. പിന്നെന്തിനാണ്? ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന് കാണിക്കാനാണ്. ഇന്ന് രാത്രി സന്തോഷമുള്ളവർ എന്നോട് ചേർന്ന് കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ലോകത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുവാൻ, ലോകക്കാരെ പോലെ ചിന്തിച്ച്, ലോകക്കാരെ പോലെ ആമേൻ നടന്ന്,
ലോകക്കാരെ പോലെ സമയം നഷ്ടപ്പെടുത്താൻ തയ്യാറാകാതെ. എന്തുകൊണ്ട്? ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന് വെളിപ്പെടുത്തുവാനാണ്. യേശു പറഞ്ഞു, മത്തായി സുവിശേഷം 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ അവൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാ: നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ തിരിച്ചറിവിലേക്ക് വരുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. വെളിച്ചം ഇരുട്ടിനോട് വഴക്കിടുന്നില്ല. വെളിച്ചം തെളിയുന്നു, അപ്പോൾ ഇരുട്ട് പിന്നോട്ട് പോകുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നീ സത്യസന്ധമായി ജീവിക്കൂ, നീ ക്ഷമിക്കൂ, നീ സ്നേഹിക്കൂ, നീ വിശുദ്ധിയിൽ നടക്കൂ. ഹല്ലേലൂയ. നീ തെറ്റിനെ തെറ്റെന്ന് പറയാൻ ധൈര്യം കാണിക്കൂ. പക്ഷെ മനുഷ്യനെ വെറുക്കരുത്. സത്യത്തിൽ ഉറച്ചു നിൽക്കുക, സ്നേഹത്തിൽ നടക്കുക. ഇന്ന് രാത്രി കുടുംബസ്ഥരായിരിക്കുന്നവരോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. ചില കുടുംബങ്ങളിലെ മാതാപിതാക്കളോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ പാരമ്പര്യം സ്വത്തല്ല, ഒരു വിശ്വാസത്തിന്റെ മാതൃകയാണ്. നിങ്ങളുടെ മക്കൾ നിങ്ങളെ നോക്കുമ്പോൾ എന്റെ മാതാപിതാക്കൾക്ക് യേശു യാഥാർത്ഥ്യമാണ്, ആമേൻ എന്ന് ആമേൻ വെളിപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ അവർ കാണട്ടെ. ഹല്ലേലൂയ. ക്ഷമിക്കുന്ന മാതാപിതാക്കളെ അവർ കാണട്ടെ. പ്രശ്നം വന്നപ്പോൾ ദൈവത്തെ തേടുന്ന മാതാപിതാക്കളെ അവർ കാണട്ടെ. അങ്ങനെ ഒരു തലമുറ രൂപപ്പെടും. ആമേൻ. ഹല്ലേലൂയ. ഇന്നത്തെ ആത്മീയ വെല്ലുവിളി, ഹല്ലേലൂയ. ഇന്ന് ദൈവം നമ്മോട് ചോദിക്കുന്നു, നീ ആരെ അനുകരിക്കുന്നു? ലോകത്തെയോ അതോ ക്രിസ്തുവിനെയോ? ഹല്ലേലൂയ. നിന്റെ തീരുമാനങ്ങളുടെ അടിസ്ഥാനം എന്താണ്? ഭയമോ അതോ വചനമോ? നിന്റെ ജീവിതം ആരെയാണ് കാണിക്കുന്നത്? നിന്നെയോ അതോ യേശുവിനെയോ? ഇന്ന് രാത്രി വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. എല്ലാ കണ്ണുകളും അടച്ചു. സ്വർഗീയ പിതാവേ, ഈ രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിൽ വരുന്ന ഓരോ ജീവിതത്തെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സമർപ്പിക്കുന്നു. ലോകത്തിന്റെ സമ്മർദ്ദത്തിൽ തളർന്നു പോയവരെ ശക്തിപ്പെടുത്തണമേ. മറ്റുള്ളവരുടെ അംഗീകാരത്തിനായി സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെടുത്തിയവരെ വിടുവിക്കണമേ.
ഭയത്തിന്റെ ബന്ധനങ്ങളിൽ കഴിയുന്നവരെ വിടുവിക്കണമേ. തെറ്റായ ശീലങ്ങളിൽ കുടുങ്ങിയവരെ വിടുവിക്കണമേ. തെറ്റായ ബന്ധങ്ങളിൽ കുടുങ്ങിയവരെ ജ്ഞാനത്തോടെ നടത്തണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ പ്രഖ്യാപിക്കുന്നു, ഭയത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ. താഴ്മ ബോധത്തിന്റെ ബന്ധനം അഴിഞ്ഞു പോകട്ടെ. മനുഷ്യ ഭയത്തിന്റെ ബന്ധനം അഴിഞ്ഞു പോകട്ടെ. തെറ്റായ സ്വാധീനങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കട്ടെ. തെറ്റായ വഴികളിൽ പോയവർക്ക് മടങ്ങി വരുവാനുള്ള കൃപ ലഭിക്കട്ടെ. കർത്താവേ, ഈ തലമുറയെ ലോകം വിഴുങ്ങാതിരിക്കട്ടെ. യുവാക്കളെ സംരക്ഷിക്കണമേ. അവരുടെ മനസ്സും കണ്ണുകളും ഹൃദയവും കാത്തുകൊള്ളണമേ. അവരെ തെറ്റായ മാതൃകകളിൽ നിന്ന് മാറ്റി ക്രിസ്തുവിന്റെ മാതൃകയിലേക്ക് നയിക്കണമേ. കർത്താവേ, ഇന്ന് ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ലോകത്തെ അനുകരിക്കുന്ന തലമുറയല്ല, ക്രിസ്തുവിനെ അനുകരിക്കുന്ന തലമുറ. പ്രാർത്ഥിക്കുന്ന യുവാക്കൾ, വചനം വായിക്കുന്ന യുവാക്കൾ, സത്യത്തിനു വേണ്ടി നിൽക്കുന്ന യുവാക്കൾ, കുടുംബത്തെ ബഹുമാനിക്കുന്ന യുവാക്കൾ, മനുഷ്യരെ സ്നേഹിക്കുന്ന യുവാക്കൾ, യേശുവിനെ ലജ്ജിക്കാതെ പ്രഖ്യാപിക്കുന്ന യുവാക്കൾ, അങ്ങനെയൊരു തലമുറ ഉയർന്നു വരട്ടെ. ഇന്ന് രാത്രി എന്നോട് ചേർന്ന് വിശ്വാസത്തോടെ പറയും, ഞാൻ ലോകത്തിന്റെ മാതൃകയ്ക്കാകെയാകുകയില്ല. ഉറച്ച സ്വരത്തിൽ പറഞ്ഞേ, ഞാൻ ലോകത്തിന്റെ മാതൃകയ്ക്ക് അടിമയാകുകയില്ല. ഞാൻ ക്രിസ്തുവിന്റെ വചനത്തിൽ നടക്കും. ഞാൻ സത്യത്തിന് വേണ്ടി നിൽക്കും. ഞാൻ സ്നേഹത്തിൽ നടക്കും. ഞാൻ വിശുദ്ധിയിൽ ജീവിക്കും. ഞാൻ ഇരുട്ടിൽ ലയിക്കുകയില്ല. ഞാൻ ക്രിസ്തുവിന്റെ വെളിച്ചമായി നിൽക്കും. എന്റെ കുടുംബം ക്രിസ്തുവിനായി നിൽക്കും. എന്റെ മക്കൾ യേശുവിനെ അറിയും. എന്റെ തലമുറ ക്രിസ്തുവിനായി ജ്വലിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം കേട്ട എല്ലാവർക്കായി ഞാൻ പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. ഇന്ന് രാത്രി ഈ ലൈവിൽ പങ്കാളികളായ എല്ലാവരെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. വരും ദിനങ്ങളിൽ ഈ സന്ദേശം ശ്രമിക്കുന്ന എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി, ക്ഷീണിതരായിരിക്കുന്നവർക്ക് വേണ്ടി ആമേൻ പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. ആവശ്യഭാരത്തോടായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. രാത്രി നിങ്ങൾ കേട്ട വചനത്തിന് മുമ്പിൽ നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ ഈ ലോകത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കേണ്ടവരല്ല. ഈ സന്ദേശം ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ആരെങ്കിലും ചോദ്യങ്ങളുമായി നിൽക്കുന്നെങ്കിൽ ഇന്ന് രാത്രി വിശുദ്ധ ബൈബിൾ തുറക്കൂ, യോഹന്നാന്റെ സുവിശേഷം വായിക്കൂ. എന്നിട്ട് നിങ്ങളുടെ സംശയങ്ങൾ ആമേൻ ദൈവത്തോട് ചോദിക്കൂ. ആത്മാർത്ഥതയോടാണെങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ദൈവം മറുപടി നൽകും. യേശുവേ, ലോകത്തിനിടയിൽ ജീവിക്കുമ്പോഴും ലോകത്തിൻ്റെ തെറ്റായ മാതൃകയിൽ ലയിക്കാതെ നിൽക്കുവാനുള്ള കൃപ തരണമേ. ഞങ്ങളുടെ കണ്ണുകൾ നിന്നിൽ ഉറപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ വചനത്തിൽ വേരുന്നട്ടെ.
ഞങ്ങളുടെ വീടുകൾ പ്രാർത്ഥനയുടെ വീടുകളാകട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങൾ ക്രിസ്തുവിന്റെ സാക്ഷികളാകട്ടെ. ഞങ്ങളുടെ മക്കൾ നിന്നെ അറിയട്ടെ. ഞങ്ങളുടെ യുവതലമുറ നിന്നിൽ വേരൂന്നട്ടെ. ഇന്ന് യേശുവിനെ അറിയാത്ത ഒരാൾ ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവേ, അവന്റെ ഹൃദയത്തിൽ ഒരു പുതിയ ചോദ്യം ഉണർത്തണമേ. എന്റെ ജീവിതത്തിന് ഇതിലും വലിയൊരു ലക്ഷ്യമുണ്ടോ? ആ ചോദ്യം അവനെ യേശുവിലേക്ക് നയിക്കണമേ. യേശുവിനെ അന്വേഷിക്കുന്നവർക്ക് സത്യം കാണിച്ചു കൊടുക്കണമേ. തകർന്നവർക്ക് പ്രത്യാശ നൽകണമേ. വഴിതെറ്റിയവർക്ക് വഴി കാണിക്കണമേ. ശൂന്യമായ ഹൃദയങ്ങൾക്ക് ജീവൻ പകരണമേ. കർത്താവേ, ഒരു തലമുറ എഴുന്നേൽപ്പിക്കണമേ. ലോകത്തിന്റെ ശബ്ദത്തെക്കാൾ വചനത്തിന്റെ ശബ്ദം കേൾക്കുന്ന തലമുറ, ലോകത്തിന്റെ ഇരുട്ടിനിടയിൽ വെളിച്ചമായി നിൽക്കുന്ന തലമുറ, വിട്ടുവീഴ്ചയേക്കാൾ വിശുദ്ധിയെ തിരഞ്ഞെടുക്കുന്ന തലമുറ, ഭയത്തേക്കാൾ വിശ്വാസത്തെ തിരഞ്ഞെടുക്കുന്ന തലമുറ, സ്വാർത്ഥതയ്ക്ക് പകരം സ്നേഹത്തെ തിരഞ്ഞെടുക്കുന്ന തലമുറ, യേശുവിനെ അറിയുകയും യേശുവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന തലമുറ. ഇന്ന് രാത്രി രോഗികളായിരിക്കുന്നവർ സൗഖ്യമാകട്ടെ. ക്ഷീണിതരായിരിക്കുന്നവർ ശക്തി പ്രാപിക്കട്ടെ. അസമാധാനത്തിലായിരിക്കുന്നവർ സമാധാനം പ്രാപിക്കട്ടെ. വിശുദ്ധിയിൽ ജീവിപ്പാൻ കൃപ നൽകി. വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. യേശു ക്രിസ്തുവിൻ അതിവിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. അമ്മേ, അമ്മേ. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ഈ സന്ദേശത്തിൽ ഒത്തിരി കാര്യങ്ങൾ കേട്ടുവെങ്കിലും ഒരു വാക്ക് മാത്രം ഹൃദയത്തിൽ സൂക്ഷിക്കൂ. ലോകത്തിനിടയിൽ ജീവിക്കൂ, പക്ഷേ ക്രിസ്തുവിനായി വേറിട്ട് നിൽക്കൂ. നിങ്ങളുടെ ജീവിതം ആരെയെങ്കിലും യേശുവിലേക്ക് നയിക്കുന്ന ഒരു സാക്ഷ്യമാകട്ടെ. നിങ്ങളുടെ വീട് ഒരു ചെറിയ പ്രാർത്ഥന ആലയമാകട്ടെ. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ ജീവിതം ഒരു വിശ്വാസ പാഠമാകട്ടെ. നിങ്ങളുടെ തലമുറ ക്രിസ്തുവിനായി ജ്വലിക്കട്ടെ. വചനത്തിൽ വേരൂന്ന ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കാൻ, ലോകത്തിൽ വെളിച്ചമാകാൻ ഒരു തലമുറയെ യേശുവിനായി ഒരുക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മറാനാഥ. എബെനേസറായി ദൈവം കൂടെ ഇരിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ഈ കൂട്ടായ്മ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പർ റിക്വസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവഹിതമായ വീണ്ടും സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ബ്ലെസ്സിംഗ് ടുഡേ നൈറ്റിൽ വീണ്ടും കൂടി വരാം. ദൈവം അതുവരെ
നമ്മെ അവിടിവിടങ്ങളിലായി സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. പ്രാർത്ഥനയോടെ ഈ ഗാനം ശ്രവിച്ചാൽ. യേശുവേ, ലോകത്തിനിടയിൽ നിൻ വെളിച്ചമായി നിൽക്കണമേ. എല്ലാവരും പോകുന്ന വഴിയല്ല നിൻ വഴിയിൽ എന്നെ നടത്തണമേ. ലോകത്തിൻ്റെ ശബ്ദങ്ങൾക്കിടയിൽ നിൻ ശബ്ദം ഞാൻ കേൾക്കണമേ. മനുഷ്യരുടെ അംഗീകാരത്തേക്കാൾ നിൻ കൃപ എനിക്ക് മതിയാക്കണമേ. എൻ ഹൃദയം നിനക്കായി, എൻ ജീവിതം നിനക്കായി, എൻ വാക്കുകളും എൻ പ്രവൃത്തികളും യേശുവേ നിനക്കായി. ഇരുളിനിടയിൽ വെളിച്ചമായി, തെറ്റിനിടയിൽ സത്യമായി, വിട്ടുവീഴ്ചകളുടെ നടുവിലും വിശുദ്ധിയിൽ നടക്കണമേ. എൻ വീടും നിൻ കയ്യിൽ, എൻ കുടുംബം നിൻ കയ്യിൽ, എൻ മക്കളും എൻ തലമുറയും യേശുവേ നിൻ കയ്യിൽ. ലോകം മാറിയാലും യേശുവേ നിൻ വചനത്തിൽ ഞാൻ നിൽക്കും. കാറ്റുകൾ വീശിയാലും കർത്താവേ നിൻ കൃപയിൽ ഞാൻ നിലക്കും. ഒരു തലമുറ എഴുന്നേൽക്കട്ടെ, ക്രിസ്തുവിനായി ജ്വലിക്കട്ടെ, ലോകത്തിനിടയിൽ വെളിച്ചമാ. നീയേൻ വഴി, നീയേൻ സത്യം, നീയേൻ ജീവൻ, നീ യേശുവേ. ലോകത്തിനിടയിൽ ക്രിസ്തുവിനായി ഉയർത്തു നിൽക്കാൻ എന്നെ നടത്തണമേ. Rambo, Stadtteil, Voice.